ഹലോ കൂട്ടുകാരി, രാത്രിയിലത്തെ എൻ്റർടൈൻമെൻറ്റുകളൊക്കെ കാണിച്ചു തരാം. ഞങ്ങളുടെ ഈ കൊച്ചു സ്വർഗത്തിലെ എൻ്റർടൈൻമെൻറ്റുകളാണ് ഇതൊക്കെ. ഈ മുതലക്കുഞ്ഞിന് ഏകദേശം 18 വർഷത്തോളം പഴക്കമുണ്ട്. ഈ മുതലക്കുഞ്ഞിൻ്റെ കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അതിനെ തട്ടും പുറത്തുനിന്ന് ഞാൻ പൊടി തട്ടി എടുത്തുകൊണ്ട് വന്ന് ഇവന്മാരെയൊക്കെ ഒന്ന് കളിപ്പിക്കാമെന്ന് വെച്ച്. ഡിയോ ആണ് ആദ്യമായിട്ട് കളിപ്പിക്കാൻ തുടങ്ങിയത്. ഡിയോയ്ക്ക് ഇതിനെ കണ്ട് ആദ്യം ഡിയോ പേടിച്ചകത്തോട്ടൊക്കെ പോയി. പിന്നെ ഡിയോ പുറത്തോട്ട് വരാൻ തുടങ്ങി. ഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ട്. ഡിയോയുടെ കയ്യിൽ കിട്ടിയെങ്കിൽ ഡിയോ ഇപ്പം കടിച്ച് പറിച്ച് 4 തുണ്ടായിട്ട് നമുക്ക് ഇട്ട് തന്നേനെ. അപ്പം മോൻ കിടന്ന് എന്നോട് പറയണം, അമ്മ എൻ്റെ മുതലക്കുഞ്ഞിനൊന്നും പറ്റല്ലേ, അമ്മ എനിക്ക് പണ്ടേ മേടിച്ചുകൊണ്ട് തന്നേയില്ലേ, ഞാൻ ഒരിക്കൽ കന്യാകുമാരിയിൽ ടൂറിന് പോയപ്പോൾ അന്ന് വാങ്ങിയതാണ് അവിടുന്ന്. ഇപ്പോൾ ഈ സൈസൊന്നും ഞാൻ കാണുന്നില്ല. ഡിയോയ്ക്ക് വേണമെന്നുമുണ്ട്. എനിക്ക് അപ്പം പിന്നെ ഡിയോയെ പേടിച്ചാണ് ഈ 2 പേര് ഇതിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുന്നത്. ഈ ടേബിളിൻ്റെ മണ്ടയിൽ ഡിയോയെ പേടിച്ചിരിക്കുക ലിസമോനും മണിയൻപിള്ളയും. ഇവിടുത്തെ വെറൈറ്റി പേരുകളാണ്. ഇതാണ് മണിയൻപിള്ള രാജു. മണിയൻപിള്ള രാജു മുതലക്കുഞ്ഞിനെ കണ്ട് ഓടി. പക്ഷേ പാക്കരെ അവന് മുതലക്കുഞ്ഞിനെയൊന്നും ഒരു പേടിയുമില്ല. അവൻ ഈ സൈസ് സാധനങ്ങളെയൊക്കെ പുറത്ത് പോയി പിടിച്ചുകൊണ്ട് വന്ന് തിന്നുന്നവനാ. അവൻ ഒന്ന് പയറ്റി നോക്കുവാണ്. പക്ഷേ അതിനകത്തൊരു പോപ്പോ ഉണ്ട്. പോപ്പോയുടെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് അവന്മാർ ഓടിക്കളഞ്ഞ്. ഇവന്മാരെയൊക്കെ ഒന്ന് കളിപ്പിക്കാമെന്ന് വെച്ച്. മഴയാണ്, അതുകൊണ്ട് എല്ലാവരും വീട്ടിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. പുറത്ത് നല്ല മഴയാണ്. അല്ലെങ്കിൽ ഇവന്മാരെല്ലാം ഇപ്പം പുറത്തോട്ടിറങ്ങി ഓടിയാനെ. മണിയൻപിള്ള ഓടുക, ജീവനും കൊണ്ട് ഓടി. മണിയൻപിള്ള ജീവനും കൊണ്ട് ഓടി മുതലക്കുഞ്ഞിനെ കണ്ടുകൊണ്ട്. ഇതിനകത്ത് പി സൗണ്ട് ഉണ്ട്. പി സൗണ്ട് കേൾക്കുമ്പോൾ ഇവന്മാർക്ക് പേടിയാണ്. അവന്മാരെയും കൂടെ നമ്മുടെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കണ്ടേ. ലിസയ്ക്ക് ഇതൊക്കെ വെറും പുല്ല. നീ മുതലക്കുഞ്ഞോ എലിക്കുഞ്ഞോ അതൊന്നും എനിക്കറിയണ്ടെന്നുള്ള രീതിയിലാണ് ലിസ. ഇതൊക്കെയാണ് ഞങ്ങളുടെ രാത്രികാല വിശേഷങ്ങൾ. ലിസ അതിൻ്റെ വാലൊക്കെ കടിച്ചു കൊടുക്കുക.